അവർ പിന്തിരിഞ്ഞു പോകുന്നില്ല. മുസ്ലിങ്ങളോട് പലരും വന്ന് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണേ, വലിയ ജനസഞ്ചയം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരെ കയ്യിലുള്ള ആയുധത്തിന്റെ 100-1 പോലും നിങ്ങളുടെ കൈവശമില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ വന്ന്, കപടന്മാര് മുനാഫിക്കീങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ വസാദഹും ഈമാനാ, 313ന്റെ ഈമാനാണ് അധികരിച്ചു പോയത്. തുരുമ്പിച്ച വാളുള്ള ഇസ്ലാമിന്റെ മക്കൾ പറഞ്ഞതെന്താ? തളർന്നു വീടുന്ന ആരോഗ്യം പോലും ഇല്ലാത്ത ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര് പറഞ്ഞതെന്താ? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നാണ്. എന്തിനാണ് അവരങ്ങനെ പറയുന്നത്? ശത്രുക്കൾ വട്ടം കൂടി ആലോചിച്ച്, എന്തേ അവിടെ പ്രശ്നം എന്താണ്, അവർക്ക് ഇത്ര ശക്തി എന്താ? ഞങ്ങളൊന്ന് ഒരുമിച്ചിരുന്ന് ശ്വാസം വിട്ടാൽ കാറ്റിൽ ആടികുലഞ്ഞു പോകാൻ മാത്രം ബലഹീനരായ കുറെ ചണ്ടികളാണ് ബദർ ഒരുമിച്ച് കൂടിയത്. എന്താണ് അവർക്ക് ഇത്ര ധൈര്യമെന്നറിയാൻ പാതിരാത്രി രഹസ്യാന്വേഷകരായ ബദറിന്റെ ശത്രുക്കൾ ബദർ പരിശോധിക്കാൻ ചെല്ലുകയാണ്. എന്താണ് അവിടെ ഇത്ര പ്രശ്നമെന്നറിയാൻ വേണ്ടി ചെല്ലുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊണ്ട് നടക്കുകയാണ്, ഹസ്ബുനല്ലാഹ് 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 ഹസ്ബുനല്ലാഹ്. ഉറങ്ങുന്നില്ല. കുറച്ച് സ്ഥലത്തേക്ക് മാറി നോക്കുമ്പോ സുജൂദിൽ കിടന്നുകൊണ്ട് സഹാബത്ത് കരയുകയാണ്, അല്ലാഹുമ്മ അൻസുറുനാ അല്ലാഹുമ്മ അൻസുറുനാ അല്ലാഹുമ്മ അൻസുറുനാ. ഉറക്കമില്ല, വിശ്രമമില്ല. കണ്ണുനീരുകൊണ്ട് ബദറിന്റെ മണൽ പരപ്പുകൾ ഒഴുകി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ശത്രുക്കളുടെ രഹസ്യാന്വേഷകർ മടങ്ങിപ്പോവുകയാണ്. അവരെ ചെന്നിട്ട് പറയുന്ന, രക്ഷയില്ല. മുസ്ലിങ്ങളുടെ ധൈര്യമെന്ന് പറയുന്നത് ആയുധമല്ല, മുസ്ലിങ്ങളുടെ തന്റെ ഇടമെന്ന് പറയുന്നത് വിഭവങ്ങളല്ല, മുസ്ലിങ്ങളുടെ മനക്കരുത്തെന്ന് പറയുന്നത് സമ്പാദ്യമല്ല, ഉടയാടകളല്ല, ആയുധങ്ങളല്ല, ആഭരണങ്ങളല്ല, പിന്നെയോ അത് പ്രാർത്ഥനയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് ദുആ ചെയ്യാൻ വേണ്ടി തിരിഞ്ഞിരുന്നാൽ പള്ളി നിറച്ചിരുന്ന മൗമീങ്ങളിൽ 70% ആളുകളെ കാണാനില്ല. നിങ്ങൾ കൂട്ടപ്രാർത്ഥന നിങ്ങൾക്ക് നിരസിച്ച് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, ഒറ്റയ്ക്ക് ചെയ്തോ. കൂട്ടപ്രാർത്ഥനയ്ക്ക് ഇപ്പൊ തെളിവ് വരാനുള്ള സമയമല്ല, വാറായി. നാളെ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ട് നിറച്ച് പ്രസംഗിക്കാനുള്ളതാ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ തെളിവിനല്ല, നിങ്ങൾക്ക് ഇനി അതിന് മസല പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് അതിന് താല്പര്യം. ഒറ്റയ്ക്ക് ദുആ ചെയ്തുകൂടെ? അള്ളാഹ് എത്ര വെറുത്തുപോയോ? നിങ്ങൾ മൗലൂദും മറ്റൊക്കെ വെറുത്തു, അള്ളാഹ് വെറുത്തുപോയോ? ഒറ്റയ്ക്ക് ദുആ ചെയ്യ്. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അള്ളാഹു ഏറ്റവും അധികം സ്വീകരിക്കും. അതിന് ഓടുന്നത് മറ്റൊരെന്നല്ല, ഈ നമ്മളെ സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരെ ഇറങ്ങി ഓടുന്നത്. അവന്മാർക്ക് നേരെയില്ലാത്തത്. അവർ നബിദിനം ആഘോഷിക്കുന്നു, മൗലിദ് ഓതുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് നേരമില്ല. വെള്ളിയാഴ്ച പോലും സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച പോലും സമയമില്ല. ഇമാമ സലാം വീട്ടി ഉടനെ പുറത്തിറങ്ങി ഒരു സോഡാക്കുപ്പി പൊട്ടിച്ച് അടിച്ചില്ലെങ്കിൽ പിന്നെ അവന്റെ ജുമുഅ സ്വീകരിക്കാത്ത പോലെയാണ് അവന്റെ വെപ്രാളം. ഇതിനേക്കാൾ വലിയ പരദാഹമൊക്കെ വരാൻ പോകുന്നുണ്ട് മക്കളെ. നമ്മൾ ദാഹത്തിന്റെ വിലയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളിവിടുത്തെ ഒരു ചെറിയ ചൂട് വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഉരുകി ഇല്ലാണ്ടാവുകയാണ്. ചെറിയൊരു ചൂട് വരുമ്പോഴത്തേക്ക് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരിറ്റ് നനവ് തൊണ്ടയിൽ തട്ടാതെയാണ് 4000-ലധികം മക്കൾ ഫലസ്തീനിൽ മരിച്ചത്. ഒരു തുള്ളി വെള്ളത്തിന്റെ നനവ് തൊണ്ടയിൽ കിട്ടാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ തൊണ്ടയുടെ അവസ്ഥ എന്താ? വരണ്ട പാറ പോലെ, ശബ്ദം പുറത്തു വരാതെ. നനവുണ്ടെങ്കിലാണ് ശബ്ദം വരുള്ളൂ പുറത്ത്. അതില്ലാതെ മരിച്ചുപോയ മക്കൾ. നമുക്ക് വെള്ളിയാഴ്ചത്തെ സോഡ, നമുക്ക് റമദാനിന്റെ മറ്റേ കുളിക്ക് സർബത്ത്, നിസ്കാരം പോയാൽ എന്താ, തറാവീഹ് പോയാൽ എന്താ, ആരോഗ്യം പോയാൽ എന്താ, അതൊന്നും നമുക്ക് വിഷയമില്ല. നമുക്ക് അങ്ങനെ കുടിച്ച് രസിച്ച് ഇങ്ങനെ നടക്കണം. ആവശ്യത്തിനൊക്കെ എല്ലാം വേണം പ്രിയപ്പെട്ടവർ. ഇബാദത്ത് മുടക്കിയിട്ടുള്ള പരിപാടിക്ക് നിന്നാൽ നമുക്ക് പണി കിട്ടും. അത് നമ്മൾ ഇപ്പോഴറിയൂല, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ പടച്ചോനെ, ഞങ്ങളെ കാക്കണേ റബ്ബേ. അറിവില്ലായ്മ കൊണ്ട് അരുതായ്മ സംഭവിച്ചു പോയതാണ്, മാപ്പാക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്